മൂന്നാം രാവ്. മന്ത്രിയുടെ പുത്രിയോടൊപ്പം ശയിച്ച ശേഷം സഹോദരി ദുനിയാസാദ് ചേച്ചിയോട് പറഞ്ഞു, നിന്റെ കഥ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തീർക്കൂ. ചേച്ചി മറുപടി നൽകി, സന്തോഷപൂർവ്വം. ഞാൻ പറഞ്ഞു നിർത്തിയത്, ഓ മഹാനായ രാജാവേ, മൂന്നാമത്തെ വൃദ്ധൻ അതിനു മുമ്പ് പറഞ്ഞവരെക്കാൾ അത്ഭുതകരമായ കഥ ജിന്നിക്ക് പറഞ്ഞു കൊടുത്തു എന്നാണല്ലോ. ജിന്നി അതുകൊണ്ട് ശരിക്കും വിസ്മയിച്ചു പോയി. ആഹ്ലാദത്തോടെ അട്ടഹസിച്ചു. നോക്കൂ, വ്യാപാരിയുടെ ബാക്കി ശിക്ഷയും ഒഴിവാക്കാൻ ഞാൻ നിങ്ങൾക്ക് അവകാശം തരുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവനെ സ്വതന്ത്രനാക്കുന്നു. അതിനുശേഷം വ്യാപാരി ആ വൃദ്ധരെ ആലിംഗനം ചെയ്ത് നന്ദി പറഞ്ഞു. ഈ വൃദ്ധർ അവനെ ആശീർവദിച്ച് അവരവരുടെ നഗരങ്ങളിലേക്ക് പോയി. എന്നാലും ഈ കഥ മുക്കുവന്റെ കഥയേക്കാൾ അതിശയകരമല്ല. രാജാവ് ചോദിച്ചു, എന്താണ് ഈ മുക്കുവന്റെ കഥ? അതിന് മറുപടിയായി അവൾ ആ കഥ പറയാൻ തുടങ്ങി.